SRFTയിലെ പഠനത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിപ്ലോമ കഴിഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ മുംബൈയിലേക്ക് വന്നു. അപ്പോൾ അവിടെ ആദ്യം ഇതേപോലെ തന്നെ നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ആദ്യം നമുക്ക് വർക്കുകളൊക്കെ തരുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റുഡിയോയിൽ സൗണ്ട് ഡിസൈനിങ്ങും ഫിലിമിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും പിന്നെ കൂടാണ്ട് ലൊക്കേഷൻ റെക്കോർഡിങ്ങിന് വേണ്ടിയും പോയിരുന്നു. ലൊക്കേഷൻ റെക്കോർഡിങ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് ഡോക്യുമെൻ്ററികളും കോർപ്പറേറ്റ് വീഡിയോകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ റെക്കോർഡിങ്ങാണ് പോയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ലൊക്കേഷൻ റെക്കോർഡിങ് എനിക്കൊത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തത് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിരുന്നു. അത് ഷോർട്ട് പീരീഡും ലോങ് പീരീഡും ഒക്കെ ആയിട്ടുള്ള പീരീഡുകളിലൊക്കെയാണ് ഇത് ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട സ്റ്റേറ്റുകളിലൊക്കെ അങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഒത്തിരി ഓരോ നമുക്ക് ഡിസിഷൻ മേക്കിങ്സ് ആയിട്ടുള്ള ലൈഫിൽ ഒത്തിരി ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒത്തിരി എക്സ്പീരിയൻസുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഉണ്ടായിരുന്നതാണ്. അപ്പം തുടക്ക സമയത്ത് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഷൂട്ടുകളൊക്കെ ആയിരിക്കും ആദ്യം നമ്മുടെ സീനിയേഴ്സായിട്ടുള്ളവരൊക്കെ ആയിരിക്കും റെഫർ ചെയ്ത് പോരുന്നത്. അപ്പം വലിയൊരു പ്രിപ്പറേഷനൊന്നും ഇല്ലാത്ത ചെറിയ ഷൂട്ടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനൊരു ഷൂട്ടിൽ പോയ കാര്യം പെട്ടെന്ന് ഓർമ്മയിൽ വന്നതാണ്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ സീൻ നടക്കുന്നത്. അപ്പം നമ്മൾ ചെന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ സീൻ എടുക്കുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ തുടക്കക്കാരാണ്. അപ്പം നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവരെല്ലാം പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണെന്ന് വിചാരിച്ചാണ് പോകുന്നത്. അപ്പം എൻ്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് ഞാൻ മുംബൈയിൽ നിന്ന് ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ ഷൂട്ട് തുടങ്ങി അതിൻ്റെ ഷോട്ട് ഇതിലെ കഥാപാത്രം ട്രെയിനിലേക്ക് കയറുന്നു, ഒരാൾ അവിടുന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, അത് തമിഴിലാണ് ഡയലോഗ് പറയുന്നത്. അപ്പം ഞാനത് എടുക്കാനായിട്ട് ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ ആ ടേക്ക് റെഡിയായില്ല. അപ്പോൾ ഒരു ട്രെയിൻ വന്ന് നിന്നപ്പോഴാണ് ഇവർ ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ ഷോട്ട് റെഡിയാകാതെ വന്നപ്പോഴത്തേക്കും ട്രെയിൻ പതുക്കെ മൂവ് ചെയ്തു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഈ ഷോട്ട് എടുക്കാനായിട്ട് ഡയറക്ടർ പറയുന്നു, ഷോട്ട് എടുക്കുന്നു. ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ഒരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഡയറക്ടർ പറഞ്ഞു ഓടിക്കോളാൻ പറയുന്നു. അപ്പം ഒന്നും മനസ്സിലാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർ പെർമിഷനൊന്നും ഇല്ലാതാണ് റെയിൽവേയിൽ പോയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്കപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം അറിയത്തില്ല. കാര്യം എൻ്റെ കയ്യിൽ ഹെവി ആയിട്ടുള്ള കുറേ എക്യുപ്മെൻറ്റ്സ് ഇരിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം പാക്ക് ചെയ്ത് ഓടാനായിട്ട് പോകുന്നു. ഞാൻ ഈ പെട്ടിയിൽ സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ട് റെയിൽവേയിൽ നിന്ന് ഓടിയത് ഇപ്പോഴും നെഞ്ചിരിപ്പോടെയാണ് ഓർത്തിരിക്കുന്നത്. ഞാൻ അതിന് ശേഷം ആ പോകുന്ന പരിപാടികൾക്ക് ഞാൻ നിർത്തിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ, പല ഡിസിഷൻ മേക്കിങ്ങുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒത്തിരി എക്സ്പീരിയൻസുകളുണ്ട്. പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഓർമ്മയിൽ വന്നതാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തിരുന്നത് സൗണ്ട് ഡിസൈനിങ് ആണ്. ഒരു സൗണ്ട് സ്കേപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വന്നത് ഈ നാട്ടിൻപുറത്തെ എൻ്റെ കുട്ടനാട്ടിലെ സൗണ്ട് സ്കേപ്പ് തന്നെയാണ്. ശരിക്കും ഈ കുട്ടനാട്ടിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ഇത് വളരെ ഒരു സൈലൻ്റായിട്ടുള്ള ബെഡാണ് ശരിക്കും ഒരു ആംബിയൻസിൽ കിടക്കുന്നത്. അതിലേക്കാണ് ഈ പറഞ്ഞ ഓരോ എലമെൻസുകൾ ബിൽഡപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞവൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ശബ്ദവും അല്ലെങ്കിൽ ഈ ദൂരെ അമ്പലത്തിൽ നിന്ന് വരുന്ന പാട്ടും ഈ പള്ളിയിൽ നിന്ന് വരുന്ന ശബ്ദവും ഇതൊക്കെ ശരിക്കും ആ ആംബിയൻസിനെ ബിൽഡപ്പ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സൗണ്ട് ഡിസൈൻ ചെയ്യാനുള്ള ഒരു നല്ലൊരു എക്സ്പോഷർ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത് സൗണ്ട് ഡിസൈൻസ് ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കൂടാണ്ട് ഈ സിനിമകളുടെയൊക്കെ വേണ്ടിയുള്ള ആംബിയൻസ് ആ സമയത്ത് ആംബിയൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പലതിനും പോയിട്ടുണ്ട്. അത് പല സ്റ്റേറ്റിൽ പോയി ചെയ്തിട്ടുണ്ട്. പല സ്റ്റേറ്റിലെ ആംബിയൻസുകൾക്ക് വേണ്ടി പല സ്റ്റേറ്റിൽ പോയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളതാണ്. കൂടാണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു അക്കാഡമിക്കൽ ഇൻട്രസ്റ്റ്, ഞാനൊരു സയൻസ് പഠിക്കാനായിട്ട് തുടങ്ങി അവിടെ നിന്നാണ് സൗണ്ടിലേക്ക് വന്നത്. അപ്പോൾ കൂടെ ഒരു അക്കാഡമിക്കൽ ഇൻട്രസ്റ്റ് കൂടെ ഉണ്ട് സൗണ്ട് ഡിസൈനിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അങ്ങനെ ബോംബെയിലെ ഒരു എക്സ്പീരിയൻസിന് ശേഷം ആണ് ഞാനിവിടെ വീണ്ടും SJCCയിൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും ഒത്തിരി ഒരു
ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. കാര്യം അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറൽ ബിൽഡപ്പിന് വേണ്ടിയുള്ള സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റുഡിയോകൾ ഡിസൈൻ ചെയ്യുക, സ്റ്റുഡിയോകൾ ഉണ്ടാക്കുന്നതും അതിനകത്ത് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അക്കാഡമിക്കൽ ഇൻട്രസ്റ്റും പിന്നെ അത് നമുക്ക് കൂടുതൽ ഒരു വളരെ എനിക്ക് താല്പര്യപൂർവ്വം ചെയ്ത് വന്നൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് SJCCയിൽ SRFTയിൽ നിന്ന് SCSCC വരെയുള്ള ഒരു ജേർണി. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.